കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങൾക്ക് മുൻപ് താങ്കൾക്കുണ്ടായ ഒരു അനുഭവം താങ്കൾ കഴിഞ്ഞ ദിവസം പങ്കുവെക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും പറഞ്ഞ ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അനുകൂലിച്ച് താങ്കൾ ഒരു ചിത്രം വരച്ചു. അതിനെ തുടർന്ന് അതിൽ വിമൻ സിനിമ ക്യാൻസർ എന്ന് 3 WCC എന്നതിനെ പ്രതിനിധീകരിച്ച് താങ്കൾ ഒരു കലാരൂപം അവിടെ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതിനെ ആ തരത്തിലല്ല അവിടെ എത്തിയവർ കണ്ടത്, അതിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. തുടർന്ന് താങ്കളെ മർദ്ദിച്ചു എന്നാണ്. എന്താണ് താങ്കൾക്ക് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? താങ്കൾ അനുഭവിച്ച പ്രശ്നം എന്തായിരുന്നു അവിടെ? അതായത് 7-ാം തീയതി ആയിരുന്നു ഈ ഫംഗ്ഷൻ മാക്കടെ ടൗൺ ഹാളില്. പക്ഷെ 2-ാം തീയതി എന്നെ ശ്രീമോദരം മോഹൻ വിളിച്ചിട്ട് അന്ന് അവിടുത്തെ മീറ്റിങ്ങിൽ മാക്കടെ മീറ്റിങ്ങിലായിരുന്നു അവിടെ പങ്കെടുക്കുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഞാനിപ്പോ ഒരു സംഘടനയിലും മെമ്പറും അല്ല, ആക്റ്റീവ് അല്ല. മാക്ട തുടങ്ങി മുന്നിലാൽ തുടങ്ങി കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തു. ഞാൻ വിനയൻ ഗ്രൂപ്പിലായിരുന്നു. അത് 2 വർഷത്തോളം ഞാൻ പ്രസിഡന്റ് ആയിരുന്നു, ആനന്ദ് രാജേന്ദ്രൻ ചെയർമാനായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അത്രയും തിരിക്കുന്നു പങ്കെടുക്കാറില്ല. എന്റെ സിനിമ എന്റെ വര ഏറ്റവും മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയ്ക്ക് മോഹൻ വിളിച്ചിട്ട് ഞാൻ അവിടെ പോയി നിർബന്ധത്തിൽ വഹിക്കാൻ പോയതാണ്. ഒരു 25 വർഷമായിട്ട് ഞാൻ ആ ചവിട്ടുപടി കയറിയിട്ടില്ല. അവിടെ ചെന്നപ്പോ എല്ലാവരും ഉണ്ട്. വളരെ സ്നേഹപൂർവ്വം വളരെ ഊഷ്മളമായ സ്വീകരണമായിരുന്നു നമ്മളെ അവിടെ അവർ കാണിച്ചത്. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞു, 7-ാം തീയതി എറണാകുളത്ത് 30-ാം വാർഷികം ആഘോഷിക്കുന്നു, അതിൽ എന്റെ ഒരു പെയിന്റിംഗ് ലൈവ് വേണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, 7-ാം തീയതി ഞാൻ ഫ്രീ അല്ല, എനിക്ക് എന്റെ ബ്രദറിന്റെ മകളുടെ മാരേജ് എൻഗേജ്മെന്റ് ആണ്, ഞാനും വൈഫും മോനും കൊണ്ടാണ്, വൈഫിന്റെ ഏട്ടനാണ്. അപ്പൊ ഇവരെല്ലാവരും പറഞ്ഞു, അതല്ല, അത് ആർക്ക് കഴിയില്ല, ഉച്ചയ്ക്ക് ആയിക്കൂടി. അപ്പൊ ഞാൻ പെട്ടുപോയി. ഞാൻ ഒടിയാൻ നോക്കിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി എന്ന് ഞാൻ എത്താന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അവര് ക്യാൻവാസ് തരും, ഈസൽ തരും, കളർ തരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് പോകുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് കളറും ഈസലും ക്യാൻവാസും ഒക്കെ ഞാൻ കയ്യിൽ വെച്ചു. അതിന് ഞാന് പണ്ട് നമ്മുടെ അതിജീവനയ്ക്ക് ഉണ്ടായ ഒരു എറണാകുളം യാത്രയ്ക്ക് ഉണ്ടായ ഒരു പ്രശ്നത്തിന് ഞാൻ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞാൻ വരച്ചൊരു പെയിന്റിംഗ് ഉണ്ടായിരുന്നു, ഫിലിം ആൻഡ് ഫീമെയിൽ. അതായത് സ്ത്രീകളുടെ ശരീരം നഗ്നതയ്ക്കാണ് മലയാള സിനിമ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ ഇതിവൃത്തം. അത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഫോട്ടോ വെച്ച് ഡേവിഡ് ഹോളിലെ പെയിന്റിംഗ് എക്സിബിഷൻ വെച്ചിരുന്നു 15 ദിവസം. അതിനു മുമ്പ് ചോല ആർട്ടിക്കലിൽ ചാലക്കുടിയിൽ വെച്ചിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോ 2 ആർട്ടിസ്റ്റുകള് സിനിമ ബന്ധങ്ങൾ അവർ വരയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടുത്തെ ക്യാൻവാസ് അവർ വെച്ച ക്യാൻവാസ് ഞാൻ ഉപയോഗിച്ചില്ല. എന്റെ ഈസലില് ഞാൻ കൊണ്ടുപോയ ക്യാൻവാസ്, പിന്നെ ഈ ഫിലിം ആൻഡ് ഫീമെയിൽ എന്ന് പറയുന്ന ഈ പെയിന്റിങ്, ഒരു 2 അടി 3 അടി പെയിന്റിങ്ങും ഞാൻ വെച്ചു. സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തിട്ടാണ്, മനുഷ്യന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. പിന്നെ ഞാൻ തമ്പി സാറിനെ സ്വീകരിക്കുന്നു പറഞ്ഞപ്പോൾ ശ്രീകുമാർ തമ്പി സാറിനെ ഞാൻ അവിടുത്തെ 2-ാം തീയതി വന്നതിന് ശേഷം ഒരു 2-3 ദിവസം ഞാൻ രാവും പകലിരുന്ന് വരച്ച ഒരു സ്കെച്ചും അതിന്റെ മുകളിൽ തമ്പി സാറിന് ഒരുപാട് സ്നേഹത്തോടെ അമ്പടി എന്ന് പറഞ്ഞ് ചെയ്തിട്ട ഒരു ഫോട്ടോ ഞാൻ കവർ ചെയ്ത് അവിടെ വെച്ചിരുന്നു, ഈസിൽ അവിടെ വെച്ചിരുന്നു. ഞാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഭാഗ്യലക്ഷ്മി, എന്റെ ഒരുപാട് പടത്തിൽ അവർ ഡബ് ചെയ്തിട്ടുണ്ട്, അവർ വന്ന് കുറെ നേരത്തൊക്കെ നോക്കിക്കൊണ്ട് നിന്നു. ശ്രീമോദന മോഹൻ വന്നു, അദ്ദേഹം ഇതൊക്കെ നോക്കിയിരുന്നു, അവരങ്ങ് പോയി. അത് കഴിഞ്ഞ് ഞാനിത് പെയിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഈ WCC എന്ന് പറയുന്ന ഈ സ്ത്രീകളുടെ സംഘടനയെ കുറ്റം പറയാനല്ലത് വരച്ചത്. ഇപ്പൊ നടക്കുന്ന ചില സ്ത്രീകളുടെ, അത് അവര് WCCയിലെ അംഗങ്ങളാണോ എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം സത്യം, കാരണം ഈ അടുത്ത കാലത്തൊന്നും ഒരു സിനിമയിലും കാണാത്ത മുഖങ്ങളാണ് ചാനലിൽ വന്നിരുന്നിട്ട് വളരെ മ്ലേച്ഛമായ ഡയലോഗുകൾ. സാധാരണ നല്ല വീട്ടിലെ ഒരു പെൺകുട്ടി പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങൾ പിടിച്ചെത്ത് കൊണ്ടുവരുന്നത് ഒരുപാട് പേരെ കൊടുക്കാനായിട്ട്. അപ്പൊ അതിനകത്തൊക്കെ സിനിമയ്ക്ക് നല്ല കാര്യമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനൊരു ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കും, വുമൻ W എന്നുള്ളത് താഴെ വുമൻ, C എന്നുള്ള അടുത്ത സീന് താഴെ സിനിമ, അടുത്ത സീന് താഴെ ക്യാൻസർ. അപ്പൊ ഇങ്ങനെ ഒരു ക്യാൻസർ ആണ് അത്. WCC എന്ന് പറയുന്ന അതിലെ നേതാക്കളായിട്ടുള്ള സഹോദരിമാരെ കുറിച്ച് ഒന്നുമല്ല. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക്
ഒരു 10-60 വർഷത്തിലേറെയായിട്ട് ഈ മലയാള സിനിമയിൽ നിൽക്കുന്ന സംവിധായകരായിട്ടും തിരക്കഥാകൃത്തായിട്ടും പക്ഷെ താങ്കൾ ഇങ്ങനെ ഒരു സംഗതി അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ സംഘാടകരായിട്ടുള്ള ആളുകളെ ബോധ്യപ്പെടുത്തിയിരുന്നില്ല. അവർ പെട്ടെന്ന് ഇത് കണ്ട് അവിടെ എത്തി പ്രകോപിതരാവുകയായിരുന്നു എന്നാണോ? ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. അല്ല, അവർ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവർ വിളിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ശരി, അതിനുശേഷം എന്താണ് സംഭവിച്ചത് അവിടെ? അപ്പൊ ഞാൻ ചെന്നത് അവര് വിളിച്ചിട്ട് ചെന്നു. ഞാൻ പറ്റില്ല, അന്ന് ഞാൻ ഫ്രീ അല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് നിർബന്ധിച്ച് ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് പെയിന്റ് ചെയ്യുമ്പോഴാണ് ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അവിടെ. ഈ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ ഭാഗ്യലക്ഷ്മിയുടെയും ഈ ശ്രീകുമാര മോഹന്റെ സാന്നിധ്യം അവരെന്റെ പെയിന്റ് ഞാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവരകത്തോട്ട് പോയി. ഞാനിവിടെ ഈ WCC എന്ന് പറയുന്ന ഈ 3 അക്ഷരം, ഇംഗ്ലീഷ് അക്ഷരം ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു തെറ്റെങ്കിൽ അത് എന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു ബാധ്യത അവർക്കുണ്ട്, സംഘാടകർക്കുണ്ട്. ഞാൻ ആരും കുറ്റപ്പെടുത്താനല്ല. വുമൻ സിനിമ ക്യാൻസർ എന്നാണ് അതില് WCCയിലെ ആ സഹോദരിമാരെ ആരും ഞാൻ ഉൾപ്പെടുത്തിയിട്ടല്ല. കാരണം മറ്റൊന്ന് 50കളിൽ ഹോളിവുഡിൽ WCC എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ടായിരുന്നു, വേൾഡ് സിനിമ ക്രിറ്റിക് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ പേരും WCC എന്നാണ്. അന്ന് മെർലിൻ മൺറോ, അതേപോലെ തന്നെ സോഫിയ ലോറൻ, എലിസബത്ത് ടൈലർ, മാർലൺ മാൻഡോ, പോൾ ന്യൂമാൻ, ചാർലി ചാപ്ലിൻ, ഇവരൊക്കെയുള്ള കാലഘട്ടത്തിൽ 50കളിൽ ഈ WCC അന്ന് അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തില് ഒരു സിനിമയെ കുറിച്ചുള്ള എന്റെ ഒരു വ്യാഖ്യാനവും എന്റെ ബ്രെയിനിൽ വന്നിട്ടുള്ള ഒരു ഐഡിയ, ചിത്രകാരൻ നിലയ്ക്കുള്ള എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഞാൻ അവിടെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ശരി, അവിടെ ആരാണ് പ്രകോപിതനായതും താങ്കൾക്ക് നേരെ കയ്യേറ്റം നടത്തിയതും? അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? എന്താണ് പിന്നീട് സംഭവിച്ചത് അവിടെ? ഞാനത് വരച്ച് കഴിയുന്നേക്കാൾ മുമ്പ് 2 മണിയായിട്ട്. അപ്പൊ തന്നെ ഈ സംഘാടകർ വന്നിട്ട് പറഞ്ഞു, സംഘാടകർ ഒരാൾ വന്നിട്ട് എന്റെ കഴുത്തിൽ കൂടെ അവരുടെ ഒരു ബാഡ്ജ് ഇതുണ്ടല്ലോ, അത് ഇട്ടിട്ട് കട്ടുകൊണ്ട് എടുത്തിട്ടു. അത് ഇട്ടിട്ട് സാറെ ഭക്ഷണം കഴിക്കാൻ പോകാൻ ഞാൻ പറഞ്ഞു, ഒന്ന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫിനിഷ് ചെയ്യുമ്പോ ഒരു ലോക്കൽ ചാനലിന്റെ ആള് ക്യാമറയും കൊണ്ട് അവിടെ വന്നു. അയാളെ പേര് പോലും ഓർക്കില്ല. അയാൾ വന്നിട്ട് പറഞ്ഞു, സാറെ ഒരു ബൈക്ക് തരണം. ഞാൻ പറഞ്ഞത് ഫിനിഷ് ചെയ്തിട്ട് സുഹൃത്തെന്ന് പറഞ്ഞു. ഞാൻ പേര് പോലും എഴുതിയിട്ടില്ല, ഞാൻ മൊത്തം ഫിനിഷ് ചെയ്തിട്ടില്ല. നിർബന്ധപൂർവ്വം എന്നെ കൊണ്ട് അമ്പടിന്ന് താഴെ എഴുതിച്ചു. ഞാൻ പറഞ്ഞു ഫിനിഷ് ചെയ്തതാണ് പറഞ്ഞു. അപ്പോഴേക്കും എഴുതിച്ചിട്ട് ഈ പെയിന്റിങ് എടുത്തിട്ട് നമ്മുടെ ഫിലിം ആൻഡ് ഫീമെയിൽ എന്ന് പറഞ്ഞ പെയിന്റിങ്ങിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. 2 ഏകദേശം വരെ വലിപ്പമാണ്. അതിന്റെ അടുത്ത് താഴെയായിട്ട് ഈസിന്റെ അടുത്ത് ഞാൻ തമ്പി സാറിന്റെ ഒരു കോട്ടൺ ബാഗിൽ വെച്ചിട്ടുള്ള ഈ പെയിന്റിങ് ഞാൻ അവിടെ വെച്ചിരുന്നു. ശരി ശരി. ഈ സംഭവം നടക്കുമ്പോ അവര് ബൈക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിന് ഉത്തരം പറയുന്നത് എന്നെ പ്രകോപിതരാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അതിനൊരു പെൺകുട്ടിയും വന്നു. ഞാൻ ജീവിതത്തിൽ കാണാത്തതാണ്, ഒരു മെമ്പറാണോ WCC ആരും എനിക്കറിയില്ല. ആ പെൺകുട്ടിയും എന്റെ അടുത്ത് ഒരുപാട് എന്നെ എന്തെങ്കിലും എന്റെ വായിൽ നിന്ന് വീട് കിട്ടാൻ വേണ്ടി ഞാനിപ്പോ അവിടെ ശ്രദ്ധിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ GS വിജയൻ എന്ന് പറയുന്ന സുഹൃത്ത്, അയാളെ ഞാൻ 1-2 തവണയെ കണ്ടിട്ടുള്ളൂ, മേഖലയുടെ തുടക്കകാലത്ത് കണ്ടിട്ടുള്ളൂ. അദ്ദേഹം ഡയറക്ടറാണോ, സ്ക്രിപ്റ്റ് റൈറ്ററാണോ, നടനാണോ, അല്ലെങ്കിൽ പാട്ട് എഴുത്താനോ എനിക്ക് അറിയില്ല. കണ്ടിട്ടുണ്ട് ഹലോ എന്നുള്ള ഒരു വേഷം മാത്രം എനിക്ക് അറിയാറ്റുള്ളൂ. അദ്ദേഹം 3-4 പേരും കൂടി പെട്ടെന്ന് അങ്ങോട്ട്, ഇപ്പൊ കുറെ പേര് മൊബൈൽ എടുക്കുന്നുണ്ട്. ഞാൻ വരച്ചത് ഏറ്റവും കൂടുതൽ പേര് സെൽഫി എടുത്തിട്ടുണ്ട്. അതിൽ നടന്മാരുണ്ട്, ടെക്നീഷ്യൻസ് പലരുണ്ട്. എന്നെ ഈ 3 പേര് വരയ്ക്കുന്നതിൽ എന്റെ പെയിന്റിങ്ങിന്റെ അവിടെയാണ് ഈ ആൾക്കാരൊക്കെ. ഇതിനിടയ്ക്ക് പെട്ടെന്ന് ഈ GS വിജയൻ ഈ 2-3 പേരും കൂടി വന്ന് എന്നെ പിടിച്ച് തള്ളുകയാണ്. തള്ളി ഞാൻ പുറകോട്ട് വീഴാൻ പോയപ്പോ 1-2 സുഹൃത്തുക്കള് അവിടെ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു അരുത്, അന്നും കയ്യങ്കളി വേണ്ടെന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞാണ് ഇയാള് കയ്യേറ്റം ചെയ്യുന്നത്? എന്ത് പറഞ്ഞാണ് പറഞ്ഞത്? തന്തയ്ക്ക് നടക്കാത്തത് ചെയ്യരുതെന്ന് പറഞ്ഞു. തന്തയ്ക്ക് നടക്കാൻ ചെയ്യുന്ന പറയുമ്പോൾ എന്റെ തന്തയാണല്ലോ എന്റെ പ്രശ്നം വരുന്നത്. അപ്പോ അവിടുന്ന് പിന്നെ എന്റെ തന്തേനും എന്റെ തള്ളേനും ഒരു 5 തലമുറയ്ക്കുള്ള അശ്ലീല വാക്കുകൾ ഈ ചാനൽ പറയാൻ പറ്റില്ല വിളിച്ചുകൊണ്ടാണ് എന്നെ ഇവര് കായികമായി നേരിടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ഞാൻ ഈ വരച്ചത് നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് പറയുന്നില്ല. അത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇനി ഈ WCC ആണ് പ്രശ്നമെങ്കിൽ ഞാൻ വരച്ചു കഴിഞ്ഞ ശേഷം അവർക്ക് അതിന്റെ അവിടെ ഒരു കളറെടുത്ത് താരെടുത്ത് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പേപ്പർ ഒട്ടിക്കാനോ അവർക്ക് അവകാശമുണ്ട്. അതൊന്നും ചെയ്യാതെ എന്നെ ശാരീരികമായി കൈകാര്യം ചെയ്യാം. ഞാൻ വരച്ച എന്റെ ഒരു പെയിന്റിങ് അത് വലിച്ച് ചവിട്ടി
എറിഞ്ഞ് അതോടൊപ്പം തന്നെ തമ്പി സാറിന്റെ ഇതുണ്ട്. അതിന്റെ മുകളിൽ ഈ കൂട്ടത്തിൽ വന്നത് അത് GS വിജയനാണോ അതിന് കൂടെ വന്നവരാണോ എന്നല്ല ചവിട്ടി അത് പൊട്ടിയതപ്പം ഞാൻ അറിയുന്നില്ല, കാരണം അവിടെ വീണെടുക്കുന്നുണ്ട്. ശരി. അപ്പൊ എനിക്ക് ആദ്യം ചെയ്യേണ്ടത് എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ശരി. അപ്പൊ ഞാൻ വേഗം പൊട്ടത്ത് പുറകോട്ട് മാറിയിട്ട് ഞാൻ പറഞ്ഞു, എന്റെ സുഹൃത്തെ, എന്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഞാൻ വരച്ചു. ശരി. നിങ്ങൾക്ക് അതിൽ തെറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തിരുത്താം, അതല്ലാതെ എന്റെ ശാരീരിക കൈകാര്യം നിങ്ങൾ തിരുത്താൻ നോക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ശരി, തിരിച്ചു വരാം. ഞാൻ GS വിജയനുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഈ സിനിമാ സംഘടനകൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളും മറ്റും ഈ വിഷയങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. സാഹചര്യത്തിലാണ് താങ്കളുടെ ഈ വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതായാലും ഞാൻ GS വിജയനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഒരു ഉച്ചയ്ക്ക് നമ്മൾ വിളിക്കുമ്പോൾ 1 മണിക്കൂറിനകം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും, ഈ വിഷയത്തിൽ തന്റെ മറുപടി അതിലൂടെ ഉണ്ടാകും എന്ന തരത്തിലാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും വന്നിട്ടില്ല. താങ്കൾ നിയമപരമായി ഈ വിഷയത്തിൽ നീങ്ങാൻ പോകുന്നു എന്നും അറിയുന്നു. ഇതാണ് സാഹചര്യം.